പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്ക് നമസ്കാരം. അപ്പം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കൽക്കി അവതാരത്തെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച്. കാരണം ദൈവത്തിന് ഒരുപാട് അവതാരങ്ങളുണ്ട്. നമ്മുടെ ഹിന്ദുക്കളെ മിത്തോളജിയിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൽ അവസാനത്തെ അവതാരമാണ് കൽക്കി അവതാരം. ഇതേപോലെ ശിവൻ അവതാരങ്ങൾ പറയാറുണ്ട്. പ്രധാനപ്പെട്ട അവതാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ അവതാരങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ അങ്ങനെ തന്നെ വന്നിരുന്നു എന്ന് നമ്മൾ സമർത്ഥിക്കുന്നില്ല. എന്നിരുന്നാലും അതിൽ സത്യങ്ങളുണ്ട്. അതിൽ ഒരുപാട് വിഷയങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ടെത്തുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമുണ്ട്. ഇത് കണ്ടെത്താനുള്ള അവയവമാണത്. ആ അവയവം ഏതാണ്? അതാണ് ഹൃദയം. ഹൃദയമില്ലാത്തവൻ അന്വേഷിച്ചാലും കണ്ടെത്താൻ പോകുന്നില്ല. ഇപ്പം ഹൃദയം ആത്മീയതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഹൃദയത്തെക്കുറിച്ച് അറിയാത്തവന് ആത്മീയതയിൽ ഒന്നും നേടാൻ പോകുന്നില്ല. ഇപ്പം ഹൃദയത്തെക്കുറിച്ച് വേദങ്ങൾ സംസാരിക്കുന്നുണ്ട്, അതേപോലെ ആചാര്യന്മാർ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചവരാണ്, ധരിച്ചവരാണ്, അനുഭവിച്ചവരാണ് എന്ന് പറയുന്നവർ അനുഭവിച്ചവർ തന്നെയാണോ, മനസ്സിലാക്കിയവർ തന്നെയാണോ എന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു പ്രാഥമികമായ ലെവല് പൂർത്തിയാക്കാത്ത ഒരാൾക്കും ആത്മീയതയിൽ യാഥാർത്ഥ്യത്തിൻ്റെ വഴിയിലൂടെ പോകാൻ സാധിക്കുന്നതേ അല്ല. ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന അവസ്ഥകൾ, കാണുന്ന അത്ഭുതങ്ങൾ, കേൾക്കുന്ന ആത്മശബ്ദങ്ങൾ എല്ലാം ദൈവികമാവണം എന്നില്ല. കാരണം ആത്മീയതയിൽ ആത്മലോകത്തോട് ബന്ധപ്പെടുന്നതിന് മുമ്പും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാം, ഇത്തരം കാഴ്ചകൾ കാണാം, ഇത്തരം കേൾവികൾ കേൾക്കാം. പക്ഷെ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് ധരിച്ചുകൂടാ. ഈ ലോകത്ത് ഭൂതവർഗങ്ങളുണ്ട്. ഈ ഭൂതവർഗങ്ങൾ മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കുന്നവയാണ്. മനുഷ്യന് സത്യത്തോട് സാമ്യമുണ്ടാക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ അനുഭവിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വഴികേടലാക്കാൻ സാധിക്കുന്നവരുമാണ് അവർ. അവരെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾ വില കൊടുക്കാത്തവരായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന മാർഗം ശരിയായ മാർഗമാണ് എന്നോ തെറ്റായ മാർഗമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസമാണ്. അപ്പോൾ ഒരു ആചാര്യന്, ഒരു ഗുരു ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശിഷ്യഗണങ്ങൾക്ക് ഇത് പരിചയമില്ല. ഗുരുവിനാണെങ്കിൽ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നും അറിയില്ല. എങ്കിലും വലിയൊരു സമൂഹം തന്നെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് പിശാചിൻ്റെ ലക്ഷ്യം. നമ്മളിതും കൂടി പരിഗണിക്കേണ്ടതാണ്. ആത്മീയത നമ്മൾ തേടുന്ന സമയത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിശാചിനെയാണ്. കാരണം എല്ലാം കാണുന്നവനാണ് പിശാച്, എല്ലാം അറിയുന്നവരാണ്. ആരേക്കാൾ? മനുഷ്യനേക്കാൾ. ചില ദൈവത്തേക്കാൾ അറിയുന്നവനോ ദൈവത്തേക്കാൾ കാണുന്നവനോ അല്ല. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ കെണിവലയങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് പലപ്പോഴും ഉണർത്താറുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് ആത്മീയതയിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട ബാലപാഠം എന്താണ് ഹൃദയം എന്നതാണ്. കാരണം ഹൃദയമാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മലോകത്തേക്ക് പോകാനുള്ള കവാടം. അതിലൂടെയല്ല നമുക്ക് ആ ലോകത്തേക്ക് പ്രവേശിച്ചുകൂടാ. കാരണം ആ ലോകത്ത് എത്തപ്പെട്ട ശേഷം നമുക്ക് വീണ്ടും ഒരുപാട് കവാടങ്ങൾ കടക്കാനുണ്ട്. ഹൃദയത്തെ പോലെ ആത്മാവിൻ്റെ കവാടമുണ്ട്. ആത്മാവിൻ്റെ പോലെ നിഗൂഢാത്മാവിൻ്റെയും രഹസ്യാത്മാവിൻ്റെയും അതിനിഗൂഢമായ മറ്റാത്മാക്കളൊക്കെ കവാടങ്ങളുണ്ട്. അതിലേക്കൊന്നും ഒരിക്കലും ഒരാൾക്കും ഈ ഹൃദയത്തിലൂടെ അല്ലാതെ പ്രവേശിക്കാൻ സാധിക്കില്ല. ആദ്യമായി നമ്മൾ പ്രവേശിക്കേണ്ട കവാടം ഹൃദയമാണ്. വേദങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്ന വിഷയം ഹൃദയമാണ്. വേദങ്ങൾ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതാണ്, ഇതിനു വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഖുറാനിലാണെങ്കിലും മറ്റ് വേദങ്ങളിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം എന്തുണ്ട്, ഇതിനെക്കുറിച്ച് വളരെ വിപുലമായ ചർച്ച ഉണ്ട്. പക്ഷേ ഈ ചർച്ചകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹൃദയത്തിനു പകരം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? മനസ്സാണ് വരുന്നത്. ഹൃദയത്തിൽ നമ്മൾ മനസ്സാക്കിയാണ് മനസ്സിലാക്കി വെച്ചത്. മനസ്സ് എന്നുള്ള മറ്റൊരു സംഗതി ഇരിക്കുന്നുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സല്ല. നമ്മൾ ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണ്, നമ്മളെ ഓർമ്മ മനസ്സുകൊണ്ടാണ്, നമ്മളെ ബുദ്ധി മനസ്സിലാണ്, നമ്മളെ ഊഹങ്ങൾ മനസ്സുകൊണ്ടാണ്, നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്താണ് ഹൃദയത്തിൻ്റെ റോള്? ഭൗതികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ മാത്രമാണ്, ഒരു അവയവം മാത്രമാണ്. അല്ലാതെ അതിനുള്ളിൽ നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ ഒതുങ്ങുന്ന ഒന്നും സയൻറ്റിഫിക്കലായി കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ സയൻസിൽ കൂടുതൽ വിശ്വാസമുള്ള എന്ന മതത്തിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ പണ്ഡിതന്മാർ, ഗുരുക്കന്മാർ, ഇവരെല്ലാവരും ഈ സയൻസിനോട് യോജിച്ച രീതിയിൽ ഹൃദയത്തെ ആക്കി മാറ്റി. അതുകൊണ്ടാണ് ഹൃദയത്തിനെ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സും ഹൃദയം ഒന്നാക്കി തീർക്കാൻ കാരണം സയൻറ്റിഫിക്കലി അത് അവർക്ക് യോജിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവർക്കാണെങ്കിൽ അതിൻ്റെ അനുഭവമില്ല. അപ്പം അവർ കണ്ടെത്തുന്ന ദൈവം മനസ്സിൻ്റെ ദൈവമാണ്.
അവർ കണ്ടെത്തുന്ന ലോകങ്ങൾ മനസ്സിൻ്റെ ലോകങ്ങളാണ്. അവരുടെ ധ്യാനം മനസ്സിൻ്റെ ധ്യാനമാണ്. അവരുടെ അറിവുകൾ മനസ്സിൻ്റെ അറിവുകളാണ്. അവരുടെ കാഴ്ചകൾ, കേൾവികൾ എല്ലാം മനസ്സിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ദൈവം സംസാരിക്കുന്നതാവട്ടെ ഹൃദയത്തിനോടാണ്, ഹൃദയം കൊണ്ടുള്ള കാര്യങ്ങളോടാണ്. ഇപ്പം ഹൃദയം ഉണർന്നവന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിൻ്റെ സഹായം കൊണ്ട് കേൾക്കുന്നു, ഹൃദയത്തിൻ്റെ സഹായം കൊണ്ട് കാണുന്നു, ഹൃദയത്തിലൂടെ ധ്യാനം ചെയ്യുന്നു. ധ്യാനം പലതരങ്ങളുണ്ട്. ഹൃദയം കൊണ്ടുള്ള ധ്യാനമുണ്ട്, മനസ്സുകൊണ്ടുള്ള ധ്യാനമുണ്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ധ്യാനങ്ങൾ മുഴുവൻ മനസ്സുകൊണ്ടാണ്. മനസ്സാണ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, ഹൃദയമല്ല. അത് മനുഷ്യൻ്റെ മനസ്സ് കൊണ്ടുപോകുന്ന മേഖലകളിലേക്ക് വിഭാവനം ചെയ്യാണ്. അത് വെറും ഇമാജിനേഷൻ മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യം ഇല്ല. അതിനേക്കാൾ ഒരുപടി മുന്നോട്ട് കടന്നുകൊണ്ട് മറ്റൊരു തരം മെഡിറ്റേഷൻ ഉണ്ട്. ആ മെഡിറ്റേഷന് സഹായിയായി വരുന്നത് മനസ്സും അല്ല, ഹൃദയവുമല്ല. അതിന് സഹായിയായി വരുന്ന മറ്റൊരു വസ്തു മനുഷ്യൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ആ വസ്തുവിന് നമുക്ക് സാത്താൻ എന്ന് പറയാം, അല്ലെങ്കിൽ പിശാച് എന്ന് പറയാം. മുസ്ലിങ്ങൾക്കുള്ള നഫ്സ് എന്നറിയപ്പെടും. അതൊരു ഭൂതമാണ്. ഭൂതവർഗത്തിൽപ്പെട്ട ഒരു ജീവി, ഒരു ഭൂതം മനുഷ്യൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് ഭൂതലോകത്താണ്, ഭൂതങ്ങളെ ലോകത്താണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചം അല്ല, അത് ഭൂതലോകങ്ങളെ ലോകമാണ്. അപ്പം നമ്മുടെ പ്രപഞ്ചം ഏതാണ്? ഇത് മനുഷ്യൻ അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മനുഷ്യൻ ആരാണ് അതും പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഭൂതത്തിൻ്റെ സഹായം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് ഭൂതത്തിൻ്റെ ലോകത്തിലുള്ള അത്ഭുതങ്ങളിലേക്കാണ്. അതാണ് ആത്മീയത എന്ന് മനസ്സിലാക്കി വച്ചവരുണ്ട്. അതുകൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കൂല. ഭൂതം കാണിച്ചു തരുന്ന ചില വസ്തുക്കളെ കണ്ടുകൊണ്ട് ചില അനുമാനങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രം. എന്നാൽ അതിനും അതിൻ്റേതായ പ്രസക്തികളുണ്ട്. അപ്പം അതിൻ്റെ നാനാവശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിനു മുമ്പായി നമുക്ക് ആദ്യം പഠിക്കേണ്ട വിഷയം ഈ ഹൃദയത്തിൻ്റെ വിഷയമാണ്. ഹൃദയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അത്യാവശ്യകത ആത്മീയതയിൽ എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹൃദയം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് വേദവാക്യങ്ങളിൽ വന്ന കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാതെ നമ്മൾ ഈ മിക്സാക്കി വേദവാക്യങ്ങൾ ചൊല്ലിക്കൊണ്ട് സമയം ദീർഘിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമുക്ക് ഹൃദയം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിന് തെളിവ് കണ്ടെത്തിയാൽ മതി. ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ദൈവത്തിലേക്ക് പോകാനുള്ള കവാടമാണ്. കാരണം ദൈവം ഇരിക്കുന്നത് ആത്മീയതയിലാണ്, ആത്മലോകത്താണ്. ആത്മലോകത്തിൻ്റെ ഉന്നതാവസ്ഥയിൽ ഉന്നതമായ തട്ടിലാണ് ദൈവം ഇരിക്കുന്നത്. അവിടേക്ക് എത്താൻ ആദ്യമായി പ്രവേശിക്കേണ്ട കവാടമാണ് ഹൃദയം. കാരണം നമ്മൾ അറിയപ്പെടാത്ത ഒരു മേഖലയാണ്, ഒരു ലോകമാണ്. ആ ലോകത്ത് നമുക്ക് തീരെ പരിചയമില്ല. എന്താണ് ഉള്ളത് എന്നോ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നോ നമുക്കറിവില്ല. അറിവില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും ഒരു വിദേശ രാജ്യത്തിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ആ വിദേശ രാജ്യത്തിലുള്ള കാര്യം നമുക്കറിയില്ല. അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ അവിടുത്തെ അവസ്ഥകളെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ രാജ്യത്ത് ഒരു വഴികാട്ടിയെ തേടുന്നുണ്ടെങ്കിൽ നമുക്ക് വഴികാട്ടിയായി വരുന്നവരെ നമ്മളെ അപഹരിക്കുന്നവനാണോ വഞ്ചകനാണോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ പേരിൽ അത്തരം ആളുകളെ കണക്ട് ചെയ്യുന്ന ഈ ലോകത്തുള്ള നമ്മുടെ വഴികാട്ടി, അദ്ദേഹവും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു ബോണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വഴികാട്ടി ഇവിടുന്ന് തന്നെ ആവശ്യമാണ്. ഈ ലോകത്ത് നിന്ന് പരിചയമുള്ള ഒരു വഴികാട്ടിയെ നേടിക്കൊണ്ട് ആ വഴികാട്ടിയിലൂടെ കിട്ടുന്ന മറ്റൊരു ലോകത്തിലെ വഴികാട്ടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ലോകത്തുള്ള വഴികാട്ടിയിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടാവണം. ആ ഉറപ്പിനോട് കൂടിയാണ് നമ്മൾ ആ വഴികാട്ടിയുടെ കൂടെ മറ്റു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടത്. എങ്കിൽ ഈ ലോകത്തുള്ള വഴികാട്ടിയും ആ ലോകത്തുള്ള വഴികാട്ടിയും തമ്മിൽ ബന്ധപ്പെടുന്നതിൻ്റെ പേരിൽ നമ്മൾ കൃത്യമായ രേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അല്ല എങ്കിൽ നമ്മൾ ഇവിടെ വഴികാട്ടി ഇല്ലാത്തവൻ അവിടെ പോയി പെട്ട് പോകുന്നത് എന്തിലാണ് ആരിലാണെന്ന് അറിയുന്നില്ല. നമ്മൾ അവിടുത്തെക്കാർ ജീവിക്കുന്നതിൽ ജീവിക്കാനോ ഇവിടെ നിന്ന് അവിടെ പോയി ശരിയായ നിയമപ്രകാരം ജീവിക്കുന്നവരെ പോലെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇതേപോലെയാണ് ആത്മീയത. അപ്പം ആത്മീയതയിൽ നിന്ന് നമ്മളെ ഈ ഭൗതിക ലോകത്തൊന്നും നമ്മൾ ആത്മലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭൗതിക ലോകത്ത് വെച്ച് നമുക്കൊരു തെളിവ് വേണം, നമുക്കൊരു ഉറപ്പ് വേണം, നമുക്കൊരു അടയാളം വേണം, ഒരു മാനദണ്ഡം വേണം. ഈ മാനദണ്ഡം നമ്മൾ കൈമുതലാക്കാതെ ഒരിക്കലും ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് കൈവരുന്നതിന് മുമ്പായി നമ്മൾ എന്ത് തരം അത്ഭുതങ്ങൾ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും നമുക്കത് ഉറപ്പിക്കാൻ സാധ്യമല്ല. അത് ഉറപ്പിച്ചുകൂടാ. ആ അടയാളം ഏതാണ് എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം. ആ അടയാളമാണ് ഹൃദയം. ഹൃദയത്തിന് ആ രീതിയിലാണ് ഭഗവാൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഹൃദയത്തിന് 4 അറകളുണ്ട്. ആ 4 അറകൾക്കിടയിൽ വാൾവുകളുണ്ട്. ഇടത്ത് ഭാഗത്ത് 2 അറകൾ, വലതു ഭാഗത്ത് 2 അറകൾ. ഈ 2 അറകൾക്കിടയിലും വാൾവുകളുണ്ട്. ഈ വാൾവുകൾ മിടിക്കുന്ന ശബ്ദം നമുക്ക് ഹൃദയമിടിപ്പായി കേൾക്കാൻ സാധിക്കും.